അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി 65-കാരൻ മോഹനനാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 2:30-ഓടെയായിരുന്നു സംഭവം. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ ചെന്നപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, രാവിലെ തന്നെ ദാരുണമായൊരു അപകട വാർത്ത. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ പുലർച്ചെ 2:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആതിരപ്പള്ളി വൈശ്ശേരിയിൽ നിരന്തരമായി കാട്ടാന എത്തുന്ന പ്രദേശമാണ്, ജനവാസ മേഖലയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസവും എത്തി കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഇന്നലെ വീണ്ടും ആന എത്തിയത്. ആന തന്റെ പുരയിടത്തിൽ കടന്ന് കൃഷി നശിപ്പിക്കുന്നത് കണ്ട മോഹനൻ ആനയെ അവിടെ നിന്നും ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ആനയ്ക്ക് അരികിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് മോഹനനെ ആന തിരിച്ച് ആക്രമിക്കുകയും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ ആനയെ പിന്തിരിപ്പിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തി അധിക സമയം വൈകുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നും മറ്റും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരന്തരമായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. ജനവാസ മേഖലയിൽ പോലും പല സ്ഥലങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ് ആതിരപ്പള്ളി എന്നുള്ള കാര്യം പ്രത്യേകമായി പറയേണ്ടതില്ല. ടൂറിസ്റ്റ് മേഖല കൂടിയാണ്, ജനവാസ മേഖലയാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ ഒരേ സമയത്ത് തന്നെ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരു മേഖല. അവിടെ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് സൗകര്യത്തോടുകൂടി താമസിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒന്നിലധികം കാട്ടാനകൾ നിരന്തരമായി ഈ മേഖലയിലെത്തി പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുന്നു. മുൻപും ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിർബാധം ഇപ്പോഴും ഈ വിഷയത്തിൽ പരിഹാരമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പറയാനുള്ള കാര്യം. നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്യജീവികളുടെ ഭാഗത്തു നിന്നും ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. അവിടെ വൈശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് നിരന്തരമായി ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിൽ ആന എത്തുകയും ആന എത്തി ആളുകളെ ചവിട്ടിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മോഹന്റെ മരണത്തോടുകൂടി പറയുന്നത്. നേരത്തെ ഒന്നിലധികം മരണങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ വനത്തിൽ താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാക്കളടക്കമുള്ള ആളുകളെ ആന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കാണ് ഇത്തരം ദുരിതങ്ങൾ എപ്പോഴും നേരിടേണ്ടി വരുന്നത്. അതിവിടെയും ആതിരപ്പള്ളിയിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഏതായാലും ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 2:30 ഈ ആന പ്രദേശത്തേക്ക് എത്തുന്നതും കൃഷി നശിപ്പിക്കുന്നതും മറ്റും വാഴയടക്കമുള്ള കാർഷിക വിളകൾ ആന നശിപ്പിക്കുന്നത് കണ്ടാണ് മോഹനൻ അവിടേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ മുൻപ് പലതവണ എത്തിയപ്പോഴും പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ചേർന്ന് ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമൊക്കെ ആനയെ തിരികെ അയച്ചിരുന്നു. അന്നൊക്കെ ആന തിരികെ പോകാനും അല്ലെങ്കിൽ മടങ്ങിപ്പോകാനും തയ്യാറായിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താവും ഒരുപക്ഷെ മോഹനൻ ആനയ്ക്ക് അടുത്തേക്ക് എത്തിയത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തെ തിരിച്ചാക്രമിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇപ്പോൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മോഹന്റെ മൃതദേഹമുള്ളത്. തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകിയതിനു ശേഷമായിരിക്കും നടക്കുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഭയത്തോടു കൂടിയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളത്. വീണ്ടും കാട്ടാന എത്തിയാൽ തങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഭീതിയും ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും കർശനമായ നടപടി വേണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമില്ലാതെ സംസ്ഥാനമൊട്ടുക്കും ഈ പലതരത്തിലുള്ള വനയോര ജനങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത് ആതിരപ്പള്ളിയിലും തുടരുന്നു എന്ന് തന്നെയാണ് പറയാനാവുക. മോഹനന്റെ മരണമാണ് ഒടുവിൽ സംഭവിച്ചതെങ്കിൽ ഇനിയും ഇത്തരത്തിലൊരു മരണം ഉണ്ടാകരുതേ എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെയും മേഖലയിലെ ജനങ്ങളുടെയും എല്ലാം ആവശ്യവും ആഗ്രഹവുമെല്ലാം. ഏതായാലും മോഹനന്റെ അതിരപ്പള്ളിയിലാണ് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. വൈശ്ശേരി സ്വദേശി 65-കാരൻ മോഹനനാണ് ഇന്ന് പുലർച്ചെ 2:30-ഓടെ കൊല്ലപ്പെട്ടത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.